നമസ്കാരം, എൻ്റെ പേര് ജോഷുവ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഗാലക്സി S25 സീരീസ്. S25 സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ 3 വേരിയൻസ് ആണ് വരുന്നത്. S25, S25 പ്ലസ്, S25 അൾട്ര, അങ്ങനെ 3 സീരീസാണ് വരുന്നത്. ഇത്തവണ ഇറങ്ങിയിട്ടുള്ള S25 സീരീസിൽ 3 മോഡലിലും തന്നെ നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ 8L8 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതേ തന്നെ പ്രീവിയസ് മോഡൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ S24ലും 24 പ്ലസിലും Exynos 2400 എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ് ഇറക്കിയിട്ടുള്ളത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രോസസ്സറാണ് നമുക്ക് S25 സീരീസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. S25 സീരീസിൻ്റെ ഒരു ഡിസൈനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു ബോക്സി ടൈപ്പ് ഡിസൈനാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുതന്നെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഗ്രിപ്പ് നമുക്ക് കിട്ടും. ഇപ്പോൾ S25 അൾട്ര സീരീസ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 6.9 ഇഞ്ച് സൂപ്പർ AMOLED ഡൈനാമിക് ഡിസ്പ്ലേ ആണ് അതിൽ നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മാക്സിമം വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടും. ബാക്കി ഡിസൈനിൻ്റെ പാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ടൈറ്റാനിയം മെറ്റീരിയൽ കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഫ്രെയിം കൊണ്ടുവന്നിട്ടുള്ളത്. അത് മാക്സിമം ഡ്യൂറബിലിറ്റി നമുക്ക് കിട്ടുന്നതാണ്. അതുമാതിരി തന്നെ ബാക്കിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആർമർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് തന്നിട്ടുള്ളത്. അതൊരു ഗ്ലാസ് തന്നെയാണ്, മാക്സിമം ഡ്യൂറബിലിറ്റി ഉള്ള മെറ്റീരിയലും കൂടിയാണ്. പിന്നെ ക്യാമറയുടെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫ്ലോട്ടിംഗ് ക്യാമറ ഡിസൈൻ തന്നെയാണ് തന്നിട്ടുള്ളത്. അതുതന്നെ തന്നെ നമുക്കൊരു മാക്സിമം സൂമിങ് കപ്പാസിറ്റിയും ക്യാമറയുടെ എടുക്കുന്ന ഒരു ക്ലാരിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉള്ളതാണ്. സാംസങ് ഗാലക്സി S25 സീരീസിൽ എപ്പോഴും പോലെ തന്നെ ഏറ്റവും മികച്ച ക്യാമറയാണ് നമുക്ക് തന്നിട്ടുള്ളത്. S25ലും 25 പ്ലസിലും 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും S25 അൾട്രയിൽ 200 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും തന്നിട്ടുണ്ട്. മാത്രമല്ല അതിൽ 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും 50 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും പിന്നെ ഒരു 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, അങ്ങനെ 4 ക്യാമറയാണ് നമുക്ക് അൾട്രയിൽ വരുന്നത്. 12 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും കൂടി നമുക്ക് വരുന്നത്. അടുത്ത ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് ആണ്. ഇതിൻ്റെ പെർഫോമൻസിന് വേണ്ടി തന്നെ സ്നാപ്ഡ്രാഗൺ 8L8 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് നമുക്ക് ഈ മോഡൽസിൽ തന്നിട്ടുള്ളത്. മാത്രമല്ല വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം കൂടി ഇതിൽ തന്നിട്ടുണ്ട്. അത് പ്രീവിയസ് മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 40% ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗെയിം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റഗ്രേറ്റഡ് AI ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, സാംസങ് മൊബൈൽസിലാണ് ആദ്യം AI ഫീച്ചേഴ്സ് കൊണ്ടുവന്നുള്ളത്. ഓൾറെഡി S24 സീരീസിൽ ഫോൾഡ് സീരീസിലും നമ്മൾ AIൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് കണ്ടതാണ്. അതിന്ന് നമുക്ക് S25 സീരീസിൽ പുതിയതായിട്ട് എന്താ AI ഫീച്ചേഴ്സ് കൊണ്ടുവന്ന് നോക്കാം. സാംസങ്ങിൻ്റെ AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സർക്കിൾ ടു സെർച്ച്, അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു സാധനം സെർച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതിലിപ്പോൾ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മ്യൂസിക്കും കൂടി സെർച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഒരു മാത്സ് പ്രോബ്ലംസ് ഇക്വേഷൻ കൊടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് പോലും കിട്ടും. അത്രയും ഈസി ആയിട്ടുള്ളൊരു ഫീച്ചറാണ് സർക്കിൾ ടു സെർച്ച്. മാത്രമല്ല നമുക്കിതിൽ ലോഗ് വീഡിയോസ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടിയുണ്ട്. ലോഗ് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിൽ എടുത്തതിന് ശേഷം നമുക്ക് കളർ കറക്ഷൻസ് ചെയ്യാനായിട്ട് പറ്റും. അത് കുറേ പ്രൊഫഷണൽ ആയിട്ടുള്ള യൂസേഴ്സിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇതിൽ വരുന്ന വേറൊരു AI ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓഡിയോ എറേസർ. നമ്മൾ എത്ര ലൗഡായിട്ടുള്ളൊരു പ്ലേസിൽ നിന്നൊരു വീഡിയോ എടുക്കുകയാണെങ്കിലും നമുക്ക് സംസാരിക്കുന്ന ആളുടെ സൗണ്ട് മാത്രം വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നതാണ് ഈ ഓഡിയോ എറേസർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ. മാത്രമല്ല നൗ ബാർ, നൗ ബ്രീഫ്, ഒബ്ജക്റ്റ് എറേസർ, ഇൻ്റർപ്രറ്റർ, ഇതുപോലെ ഒട്ടനവധി AI ഫീച്ചേഴ്സുകൾ നമുക്ക് ഈ മോഡലിൽ വരുന്നുണ്ട്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.